എല്ലാവർക്കും ജോൺസ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് പെറ്റൂണിയകളെ കുറിച്ചുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് വന്നേക്കണേ. അസാധ്യമായിട്ടുള്ള പെറ്റൂണിയ കളക്ഷൻസ് ആണ്. ഹൈബ്രിഡ് അല്ല, നാടൻ പെറ്റൂണിയ. അത് വൈറ്റ് ഉണ്ട്, ഒരു റോസ് ഷെയ്ഡ് ഉണ്ട്, പിന്നെ നമ്മുടെ മജന്ത കളറുള്ള പെറ്റൂണിയ. അത് കുറച്ചൊന്നല്ല, എവിടെ തിരിഞ്ഞാലും പെറ്റൂണിയ തന്നെയാണ്. അപ്പോൾ പെറ്റൂണിയയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, അടിപൊളി വീഡിയോ ആണ്. തിരിഞ്ഞു നോക്കിയാലും പെറ്റൂണിയാണ് വീടിൻ്റെ മുകളിൽ, താഴെ, പിന്നെ അത് ഈ ഇവിടെയും ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ മുകളിൽ എല്ലായിടത്തും പെറ്റൂണിയാണ്. അത് നാടൻ പെറ്റൂണിയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇലകളൊന്നും ഇല്ലാണ്ട് കൊല കുത്തിയാണ് പൂവുണ്ടായിക്കണേ. ഒരു കിടുക്കാഴ്ച കേട്ടോ. റോഡ് സൈഡിൽ തന്നെയാണ് ഈ വീട്. അതുകൊണ്ട് തന്നെ ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും ഈ പെറ്റൂണിയ. വൈറ്റ് പെറ്റൂണിയൊക്കെ റയറാണ്, എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ അവിടെ വൈറ്റും ഇഷ്ടം പോലെ ഉണ്ട്, മജന്ത, പിന്നെ ഇതേപോലെയുള്ള ഒരു ലൈറ്റ് പിങ്ക് ലൈറ്റ് റോസ് കളറിലുള്ള പെറ്റൂണിയ, എല്ലാം അടിപൊളിയായിട്ട് ഒരുപാടുണ്ട് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ കെയറും ഇതിൻ്റെ പോട്ടിങ്ങും ഇതിൻ്റെ വളം എങ്ങനെയാണ് ഇതുപോലെ പൂവിടണേന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയണത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഈ ഒരു 10-15 മിനിറ്റ് ഒട്ടും നഷ്ടമാവില്ല, കാരണം അത്രയും അടിപൊളിയായിട്ടാണ് ഈ വീഡിയോ. കണ്ടാൽ തന്നെ മനസ്സിലാവും. കണ്ടില്ലേ, എവിടെയും ഇതുപോലെ പെറ്റൂണിയൊന്നും ഇതുപോലെ പൂട്ട് നിൽക്കണ ഞാൻ കണ്ടിട്ടില്ലേ. അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ഇവിടെ ചെയ്ത് വെച്ചാണ്. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ വീടാണ്, എവിത എന്നാണ് ചേച്ചിയുടെ പേര്. ആ എവിത ചേച്ചിയാണ് ഈ പെറ്റൂണിയുടെ ആള്. സെയിലുണ്ട്, അതിൻ്റെ ഇളപ്പെടുത്ത് മുളപ്പിച്ച് ആൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. നല്ല ചെറിയ വിലയ്ക്ക് ഞാനിവിടുന്ന് കുറേ പെറ്റൂണിയ എടുത്തിട്ടുണ്ട്. ചെറിയ വിലയ്ക്ക് പെറ്റൂണിയ നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ ഇവിടുന്ന് സെയിലുണ്ട്. അപ്പോൾ പെറ്റൂണിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ലോലഹൃദനായിട്ടുള്ള ചെടിയാണ്. കാരണം വലിയ കെയർ നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോണ ചെടിയാണ്. അതുപോലെ തന്നെ നല്ല കെയർ കൊടുത്ത് നല്ല വളവും വെള്ളവും നല്ല വെയിലൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പൂവിടുന്നൊരു ചെടിയാണ് പെറ്റൂണിയ. പല പല കളറിലും പല പല പാറ്റേണിലും പല ഷെയ്ഡുകളിലും നമുക്ക് പെറ്റൂണിയ അവൈലബിൾ ആണ്. പക്ഷേ ഇവിടെയുള്ളത് ഫുൾ നാടനാണ്. വൈറ്റ് ഉണ്ട്, വൈറ്റൊക്കെ വളരെ റയറാണ്, എവിടെയും കണ്ടിട്ടില്ല വൈറ്റ് നാടൻ പെറ്റൂണിയൊക്കെ. വൈറ്റ് ഉണ്ട് ഇവിടെ ഒരുപാട്, പിന്നെ മജന്ത, മിക്ക വീടുകളിലും കണ്ടിട്ടുണ്ട് മജന്ത, ആ കളറുണ്ട്. പിന്നെ ഇവിടെ വിത്ത് വീണ് ഉണ്ടായതാണെന്ന് പറയണേ, ഒരു പുതിയ ഷെയ്ഡാണ്. വൈറ്റും അല്ല മജന്തയല്ല, ഒരു ലൈറ്റ് റോസ് കളറുള്ളൊരു പൂവാണ് ഇവിടെ. അത് ഇതിൻ്റെ വിത്ത് വീണിട്ട് ഉണ്ടായ ഒരു പുതിയ പ്ലാന്റ് ആണെന്നാണ് ഇവിടുത്തെ ചേച്ചി പറയണത്. അപ്പോൾ പെറ്റൂണിയ ഹൈബ്രിഡ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു വയ്ക്കുമ്പോൾ അത് അധിക കാലമൊന്നും നമ്മുടെ വീട്ടിൽ നിന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കുറച്ച് 2-3-4 പൂവിടും, പക്ഷെ അത് ചീഞ്ഞ് പൂവ് അല്ലെങ്കിൽ ഉണങ്ങി പോവുകയാണ് ചെയ്യണം. പക്ഷെ നാടൻ അങ്ങനെയല്ല, നമ്മൾ കെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പൂവിടുകയും ചെയ്യും. നല്ല ലോങ് ആയിട്ട് ഇത് നമുക്ക് ഒരുപാട് കാലം നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നിൽക്കും പൂവിട്ട്. അപ്പോൾ ഹൈബ്രിഡിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് നമുക്ക് തോന്നുന്നു നാടൻ പെറ്റൂണിയാണ് നമ്മുടെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കാൻ നല്ലത്. പെറ്റൂണിയയ്ക്ക് ആവശ്യത്തിന് വെള്ളം മാത്രമേ പാടുള്ളൂ. പോട്ടിൽ ഇതുപോലെ വെള്ളം എപ്പോഴും വാർന്നു പോകുന്നൊരു പോട്ടിംഗ് മിക്സ്ചറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പോട്ടിംഗ് മിക്സ്ചറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ചെമ്മണ്ണാണ്. ചെമ്മണ്ണിൽ മണൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ചകിരിച്ചോറ് ഒരിക്കലും യൂസ് ചെയ്ത് ചകിരിച്ചോറ് വെള്ളം കെട്ടി നിൽക്കും. അതുകൊണ്ട് ചകിരിച്ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ കടകളൊക്കെ ചീഞ്ഞു പോകും. അതുകൊണ്ട് ചകിരിച്ചോറ് യൂസ് ചെയ്യില്ല. നല്ല വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടിംഗ് മിക്സ്ചർ നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെമ്മണ്ണുണ്ട്, അതിൽ മണൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നീർവാർച്ച മണ്ണിന് കിട്ടും. അപ്പം അത്യാവശ്യം ചട്ടി നിറഞ്ഞ് വേരോടുന്നൊരു ചെടി ആയതുകൊണ്ട് തന്നെ നല്ല നീർവാർച്ച മണ്ണിന് വേണം, നല്ല എയർ സർക്കുലേഷൻ മണ്ണിന് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ തന്നെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരും. അപ്പോൾ പുതിയ പ്ലാന്റ് നടുമ്പോൾ പോട്ടിംഗ് മിക്സ്ചർ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പൂവുണ്ടായതിന് ശേഷം ഉള്ള ഈ ടിപ്പ് ഉണ്ടല്ലോ, അത് ഇതുപോലെ നമ്മുടെ കൈ വെച്ചിട്ട് നുള്ളിക്കളയുകയാണെങ്കിൽ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരും.
അത് മാത്രമല്ല ആ പ്രൂണിങ്ങാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഇളപ്പിൽ നിന്ന് ഇപ്പോൾ ഈ പൊട്ടിച്ചളഞ്ഞ ഇളപ്പിൽ നിന്ന് പുതിയ തണ്ടുകൾ വരികയും ചെയ്യും. അപ്പോൾ ഒരു ചെടിയുമ്പോൾ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാക്കാൻ സഹായിക്കും ഈ പ്രൂണിങ്. അപ്പോൾ പൂ ഉണ്ടായിട്ടുള്ള ആ ഒരു നോഡ് ഇതുപോലെ നുള്ളിക്കളയാം. അപ്പോൾ എങ്ങനെയാണ് ഒരു പെറ്റൂണി ഇതേപോലെ പൂവിടിപ്പിക്കുക എന്നുള്ളതും പിന്നെ എങ്ങനെയാണ് ആ ചെടി കെയർ ചെയ്യേണ്ടത്, അതെങ്ങനെയാണത് പുതിയ ഇളപ്പ് നട്ട് പുതിയ തൈക്കളൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഓക്കെ. അപ്പോൾ ചേച്ചി ചെടികൾക്കൊക്കെ ഒഴിക്കുന്ന വളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്ക് വെള്ളത്തിലിട്ട് പുളിപ്പിച്ചിട്ട് അതിൻ്റെ തെളിയാണ് ഒഴിച്ചു കൊടുക്കണേ. അത് മാസത്തിൽ 2 തവണയൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള വിധം എൻ്റെ മുമ്പത്തെ ടർട്ടിൽ വെയിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായില്ല, എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. അപ്പോൾ ഒരു വിധം മനസ്സിലാവുക എങ്ങനെയാണ് കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അത് പുളിപ്പിച്ചിട്ട് ഒരു 2 ദിവസത്തിനുള്ളിൽ നമുക്ക് എടുക്കാം. അതിൻ്റെ തെളി എടുക്കുക, എന്നിട്ട് ഇരട്ടി വെള്ളം ചേർക്കുക, എന്നിട്ട് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുക. ഇതാണ് മെയിനായിട്ട് ചെയ്യുന്നൊരു വളം. പിന്നെ പോട്ടിംഗ് മിക്സ്ചറിൽ അത് റെഡിയാക്കുമ്പോൾ തന്നെ കുറച്ച് വേപ്പും പിണ്ണാക്ക് ഇട്ട് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു ചേച്ചി. വേപ്പും പിണ്ണാക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ പൂവിടുന്ന ചെടികളെല്ലാം ഞാൻ മുമ്പ് പറഞ്ഞിട്ട് ബോഗൺവില്ലയുടെ കേസിലായാലും 10 മണിയുടെ കേസിലായാലും എല്ലാം ഞാൻ പറഞ്ഞത് പൂവിടുന്ന ചെടികൾക്കൊക്കെ മസ്റ്റായിട്ട് മെയിനായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വെയിലാണ്. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ തന്നെ ചെടികൾ നന്നായിട്ട് പൂവിടും. അപ്പോൾ വെള്ളവും വളവും പിന്നെ നല്ല വെയിലും കൂടി ആയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പെറ്റൂണിയ പൂവും. ഇതിൻ്റെ ഒരു നടീൽ രീതി എന്ന് പറയണത് ഇപ്പം ഇതിൻ്റെ ഇളപ്പൊക്കെ എടുത്തിട്ട് നടന്നൊരു രീതിയുണ്ട്, വിത്തിട്ടിട്ട് നടുന്ന രീതിയുണ്ട്. ഇപ്പോൾ വിത്ത് നിങ്ങൾ കാണുകയാണെങ്കിൽ കണ്ടില്ലേ, ഇപ്പോൾ പൂവ് വന്ന് പോയ ബഡിൽ നമ്മളത് പൊട്ടിച്ച് കളയാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്നൊരു സംഭവമാണ്. ഇതാണ് വിത്ത്. ഇതിൻ്റെ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലൊരു ബ്ലാക്ക് സാധനമാണ്, അതിന് വിത്ത്. ചെറിയ വിത്തുകളാണ്. അപ്പോൾ ഇവിടെ വിത്തും സെയിൽ ചെയ്യുന്നുണ്ട്, വിത്ത് കളക്ട് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട്. വിത്ത് വേണവർക്ക് വിത്താക്കാം. പിന്നെ ഇതുപോലെ ഇളപ്പ് പൊടിപ്പിച്ചിട്ട് തയ്യാക്കിയിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ ചേച്ചിയുടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഇതുപോലത്തെ ഇളപ്പുകളല്ലേ? ഓക്കെ. അത് വെക്കുമ്പോൾ ഇതിൻ്റെ ഈ മണ്ണ് നമുക്ക് ഡയറക്റ്റ് നടാൻ പറ്റും. അത് മണ്ണിന് പ്രത്യേകിച്ച് എന്തെങ്കിലും സെറ്റപ്പ് മണൽ ചേർക്കണല്ലേ? അപ്പോൾ ഇതുപോലുള്ള ഇളപ്പുകളാണ് ഒടിച്ച് കുത്തണമെന്നാണ് പറയണത്. അപ്പോൾ പെട്ടെന്ന് എല്ലാ ഇളപ്പും എങ്ങനെയാലും പൊടിക്കും, വലിയ കയറില്ലാണ്ട് തന്നെ പൊടിക്കും. ഇതുപോലെ ഇളപ്പ് കുഴിച്ചിട്ടിട്ടുണ്ടായി ചട്ടി. ഇതുപോലൊരു ചട്ടിയാട്ടോ ഇവിടെ സെയിലിന് കൊടുക്കണേ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും എത്രയാണ് പ്രൈസ് എന്നുള്ളത് നമുക്ക് കോൺടാക്ട് ചെയ്താൽ മനസ്സിലാവും. കണ്ടില്ലേ, നല്ല നീർവാർച്ചുള്ള മണ്ണാട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള മണ്ണിൽ നട്ടാലാണ് പെട്ടെന്ന് പൊടിക്കുക. ഇവിടെ ഈ ഏരിയയിൽ നല്ല വെയിൽ കിട്ടുന്നൊരു ഏരിയയാണ്. ഈ ഇപ്പോൾ ടെറസിൻ്റെ മുകളിലായാലും ഈ ഒരു ഏരിയയിലായാലും നല്ലോണം വെയിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പൂച്ചെടികൾ പൂവ് കായ്കൾ ഒക്കെ ഉണ്ടാകുന്ന ചെടികളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിൽ വേണം, പ്രകാശ സംശ്ലേഷണം നടന്നാലാണ് പൂവിടുള്ളൂ. അതുകൊണ്ട് വെയിൽ കിട്ടുന്നതുകൊണ്ട് നന്നായിട്ട് പൂവിട്ടിരിക്കുന്നുണ്ട്. പിന്നെ വളം ചേച്ചി പറഞ്ഞ പോലെ തന്നെ കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ട് 2 ദിവസം പുളിപ്പിച്ചിട്ട് അതിൻ്റെ തെളി എടുത്ത് ഒഴിച്ചിട്ടാണ് ഈ പൂക്കൾ ഇതുപോലെ നല്ല രീതിയിൽ പൂട്ടുന്നത്. അപ്പോൾ അതാണ് സ്പെഷ്യലായിട്ട് വളം. പിന്നെ മണ്ണ് അത് ശ്രദ്ധിക്കുക. പിന്നെ എന്ത് ചെടിയായാലും നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും. ഇത് സ്നേഹിച്ച് അത്രയും പരിപാലിച്ച് കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഇതുപോലെയൊക്കെ പൂടുന്നത്. അല്ലാണ്ട് നട്ട് എന്ത് വളം എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കാണ്ടിരുന്ന ഇതുപോലെ പൂടുന്നില്ല. അപ്പോൾ ഈ ചെടികളുടെ കെയറിങ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം അധികം പാടില്ല. ഒരുപാട് വെള്ളം നമ്മുടെ ചെടികളുടെ ചോട്ടിൽ കെട്ടിയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടി അപ്പം പടായെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോട്ടിങ്ങിൽ തന്നെ ശ്രദ്ധിക്കുന്നത്. കാരണം പോട്ടിങ്ങിൽ നല്ല രീതിയിൽ മണലൊക്കെ മിക്സ് ചെയ്ത് നല്ല നീർവാർച്ച ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം ആവശ്യത്തിന് ചെടികൾക്ക് കിട്ടുകയും ചെയ്യും. ഓവറായിട്ട് എക്സസ് ആയിട്ട് വരുന്ന വെള്ളം ചെടിയുടെ ചട്ടികളിലൂടെ വാർന്ന് പോവുകയും ചെയ്യും. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക. നല്ലൊരു പോട്ടിംഗ് മിക്സ്ചറിൽ തന്നെ ചെടി നടാൻ ശ്രദ്ധിക്കുക. പിന്നെ നല്ല വെയിലത്ത് വെക്കുക. പിന്നെ വളങ്ങളൊക്കെ അത്യാവശ്യത്തിന് ചെടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല രീതിയിൽ പെറ്റൂണിയ നമ്മുടെ വീട്ടിൽ ഇതേപോലെ വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഏത് ചെടിയുടെ കേസ് എടുത്താലും ഒരു നിശ്ചിത കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് നശിച്ച് പോവും. പിന്നെ പെറ്റൂണിയുടെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞില്ലേ, ലോല ഹൃദയനാണ് ആൾ, ഭയങ്കര പാവാണ്. അപ്പോൾ ചെറിയ കാരണം മതി ആൾ പിണങ്ങി നശിച്ചു പോകാനായിട്ട്. അപ്പോൾ ഒരു ചെടിയുടെ ഹെൽത്തൊക്കെ പോണതിന് മുമ്പ് തന്നെയായിട്ട് അതിൻ്റെ ഇളപ്പുകളൊക്കെ എടുത്ത് പുതിയ തൈകളൊക്കെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും നമ്മുടെ എല്ലാ വർഷവും നമ്മുടെ വീട്ടിൽ പെറ്റൂണിയ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഒരു ചെടിയിൽ തന്നെ നിൽക്കാണ്ട് ആ ചെടിയിൽ നിന്ന് ഇളപ്പെടുത്തിട്ട് ഒരുപാട് ചെടികൾ ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുക. ഇവിടെ പെറ്റൂണിയ കൂടാതെ കോളീസിൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കോളീസിൻ്റെ തണ്ടും സെയിലിനുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ കോളീസിൻ്റെ തണ്ടും കിട്ടും. എല്ലാം നല്ല ബുഷിയായിട്ട് അടിപൊളിയായിട്ടാണ് വളർന്നു വരുന്നത് കോളീസൊക്കെ. അപ്പം ഞാൻ വെറും കൈയോടെ ഇവിടെ നിന്ന് പോകണില്ല കേട്ടോ. ഞാൻ 4 ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട്. 2 വൈറ്റും 2 മജന്തയും ചെടികൾ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതേപോലുള്ള ചട്ടികളിലാണ് ചേച്ചി ചെടികൾ നമുക്ക് സെയിൽ ചെയ്യണേ. അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പത്തിയതിന് ശേഷമാണ് ചെടികൾ സെയിൽ ചെയ്യണേ. വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. പെറ്റൂണിയ സാധാരണ ചെറിയൊരു ഇളപ്പ് മുളപ്പിച്ച തൈക്ക് തന്നെ നല്ല റേറ്റ് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത്ര റേറ്റ് എനിക്ക് തോന്നിയില്ല. നമുക്ക് താങ്ങാൻ പറ്റുന്ന റേറ്റിനാണ് ചേച്ചി ഇവിടെ കോളിയസ് ആയാലും പെറ്റൂണികളായാലും സെയിൽ ചെയ്യണേ. വിത്തും ഉണ്ട് കേട്ടോ. നമുക്ക് തൈകൾ മാത്രമല്ല വിത്ത് ആവശ്യമുള്ളവർക്ക് വിത്തും കിട്ടും. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തൊമ്മാനയിലാണ് ചേച്ചിയുടെ വീട്. തൊമ്മാന സെൻറ്ററിൽ നിന്ന് റൈറ്റ് ഭൂമിയാണ്. അപ്പോൾ നമ്മുടെ ഈ ചെടിയുടെ ഗാർഡന്റെ ഓണറെ കൊണ്ട് നമുക്ക് സൈൻ ഓഫ് പറയാം. അപ്പോൾ പറഞ്ഞടാ, സൈൻ ഓഫ് പറയടാ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലും കൂടി അമർത്തുക. ഓക്കെ പുള്ളി ടാറ്റാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നമ്മൾ ഇവിടുന്ന് കുറച്ച് ചെടികൾ കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പോട്ട് ചെയ്യുന്നതായിരിക്കും. ഇവിടുത്തെ വേറൊരു അംഗാട്ടോ ഈ കാണുന്നത്. ഹലോ ഹലോ. എന്തിട്ടാടാ അതിന്റെ പേര്? ടിറ്റു. ആളുടെ പേര് ടിറ്റു എന്നാണ്. ഇവിടുത്തെ ചെടികള് ഇയാളുടെയും കൂടി ആട്ടോ, ടിറ്റുന്റെ. ഇതാ വാങ്ങിടുവാ.